Welcome back to my channel, English Hammer Teaching and Learning. Today, let us study the question and answers of the poem The Seedling, written by Paul Laurence Dunbar. ഇന്ന് നമ്മൾ ദി സീഡ്ലിംഗ് എന്ന പദ്യത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ട്രിഗേർഡ് ദി സീഡ്ലിംഗ്സ് വർക്ക് ഓഫ് ലൈഫ്? വാട്ട് ട്രിഗേർഡ് ദി സീഡ്ലിംഗ്സ് വർക്ക് ഓഫ് ലൈഫ്? സീഡ്ലിംഗിൻ്റെ ജീവിത പ്രവർത്തനം, അതിന് പ്രചോദനമായിട്ടുള്ള വസ്തുതകൾ എന്തെല്ലാമാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇൻ ദി പോയം ദി സീഡ്ലിംഗ്, പോൾ ലോറൻസ് ഡംബർ ഈസ് യൂസിംഗ് ദി സീഡ്ലിംഗ് ആസ് എ മെറ്റഫർ for the awakening of potential, hope and resilience or perseverance in a living being or even a community or people, particularly in the face of adversity instead of the biological process of germination. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സീഡ്ലിംഗ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് സ്റ്റേജസ് ആണ് മനസ്സിലാവുന്നത്. വിത്ത് ഇടുന്നു, അത് മുളച്ച് മുകളിലേക്ക് വരുന്നു, ഇലകൾ വരുന്നു, അതിൻ്റെ തണ്ടുകൾ വരുന്നു, അതങ്ങനെ ഒരു ഫ്ലവറിങ് ഫ്രൂട്ട്ഫുൾ ട്രീ ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ആ ഡിഫറെൻ്റ് സ്റ്റേജസ്, ഇതുപോലെ തന്നെ മനുഷ്യ ജീവിതവും ഇൻഫൻ്റ് സ്റ്റേജിൽ നിന്ന് അത് പിന്നെ നമ്മൾ പറയാറുണ്ട് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതേ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് നടക്കുന്നു. ഇവിടെ ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ് ഓഫ് ജെർമിനേഷൻ അല്ല ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. പിന്നെന്താണ്? യൂസിങ് ദി സീഡ്ലിംഗ് ആസ് എ മെറ്റഫർ, ഒരു രൂപക അലങ്കാരം അദ്ദേഹം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫ്യൂർ ഓഫ് സ്പീച്ച്. ഫോർ ദി അവേക്കനിങ് ഓഫ് പൊട്ടൻഷ്യൽ, ആ വിത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അതിൻ്റെ കഴിവുകളെ ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവന്ന് പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ അതിനാവശ്യമായ സാഹചര്യങ്ങൾ, ചെടിക്ക് വളരുവാൻ ആവശ്യമായ സാഹചര്യങ്ങളിലൂടെ അത് വളർന്ന് പുഷ്പിച്ച് സുന്ദരമായ ഒരു പൂവായും അതുപോലെ തന്നെ മരമായി മാറുന്നു. ഇവിടെ അതാണ്. അപ്പോൾ അതിൻ്റെ അവിടെ അവേക്കനിങ് ഓഫ് പൊട്ടൻഷ്യൽ, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ, ഹോപ്പ് അതിൻ്റെ ആഗ്രഹങ്ങളെ, റെസിലിയൻസ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ധാരാളം അഡ്വേഴ്സിറ്റീസ്, ഡിഫിക്കൽട്ടീസ് ഒക്കെ തരണം ചെയ്ത് പെർസിവറൻസ് അതിന്റെ സ്ഥിരോത്സാഹം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻ എ ലിവിങ് ബീങ്, അതിനെ ഓർ ഈവൻ എ കമ്മ്യൂണിറ്റി, ഒരു ജീവനുള്ള വസ്തുവായാലും കമ്മ്യൂണിറ്റി, അപ്പോൾ ഒരു ചെടിയുടെ കാര്യമായാലും മനുഷ്യന്റെ കാര്യമായാലും ഓർ പീപ്പിൾ, പർട്ടിക്കുലർലി ഇൻ ദി ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി, അതാണ് പ്രത്യേകിച്ച് പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും തരണം ചെയ്ത് അത് മുകളിലേക്ക് വരുന്നു. അതാണ് ഇതിലൂടെ, അതാണ് ആ ട്രിഗേർഡ് ദി സീഡ്ലിംഗ്സ് വർക്ക് ഓഫ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ ദി പോയം ദി സീഡ്ലിംഗ്, Paul Laurence Dunbar is using the seedling as a metaphor for the awakening of potential, hope and resilience or perseverance in a living being or even a community or people, particularly in the face of adversity instead of the biological process of germination. Okay. Second question: what is the inspiring about the seedling's attitude to life? അപ്പോൾ സീഡ്ലിംഗിന്റെ സമീപനം, ജീവിതത്തോടുള്ള സമീപനം എന്താണ്? വാട്ട് ഈസ് ഇൻസ്പയറിംഗ് അബൌട്ട് ദി സീഡ്ലിംഗ്സ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്? അതിന് പ്രചോദനം നൽകുന്ന എന്താണ്, അതിനെ സ്വാധീനിക്കുന്നത്, ഇൻസ്പയർ ചെയ്യുന്നത്? ദി സീഡ്ലിംഗ്സ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് ഈസ് ക്വയറ്റ്ലി ഇൻസ്പയറിംഗ് because it reflects trust, gratitude, humility and harmony with the natural world. It welcomes the sunshine and the showers. Growth is a partnership between effort and environment. ഇതാണ് യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ഇൻസ്പയറിംഗ് അബൌട്ട് ദി സീഡ്ലിംഗ്സ് ആറ്റിറ്റ്യൂഡ് ഇൻ ലൈഫ്. അപ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ സീഡ്ലിംഗിന്റെ ആ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ദി സീഡ്ലിംഗ്സ് ആറ്റിറ്റ്യൂഡ് ഇൻ ലൈഫ് ഈസ് ക്വയറ്റ്ലി ഇൻസ്പയറിംഗ്, പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, അത് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നു. ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട്സ്, യഥാർത്ഥത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്
ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നുണ്ട് അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ, വളരെ സിമ്പിളായിട്ട് ടെൻഡർ ആയിട്ടുള്ള ഒരു ഇന്നസെന്റ് റിഫ്ലക്ഷൻ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ചെടി പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ വരുന്ന ആ കുരുന്ന് ഇൻഫന്റ് ഒന്നും അറിയുന്നില്ല. ആ ട്രസ്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയും വിശ്വാസവും എളിമയും അതുപോലെ തന്നെ താളാത്മകത, ഹാർമണിയും ഒക്കെയുള്ള വിത്ത് നാച്ചുറൽ വേൾഡ്, ഈ ലോകത്തോട്, ഈ പ്രകൃതി ആകുന്ന ഈ ലോകത്തോട് ഉള്ള അതിന്റെ ആ സമീപനം ആ രീതിയിലുള്ളതാണ്. ഇറ്റ് വെൽക്കംസ് ഇത് സൺഷൈൻ ആൻഡ് ഷവേഴ്സ്, അതുപോലെ തന്നെ സൂര്യപ്രകാശത്തെയും മഴയെയും ഒക്കെ അത് ആശ്രയിക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം അതിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഗ്രോത്ത് ഈസ് എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഇഫർട്ട് ആൻഡ് എൻവയൺമെന്റ്. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഇതെന്താണ്, ഒരു ഭാഗമാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത് എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഇഫർട്ട് ആൻഡ് എൻവയൺമെന്റ്. സാഹചര്യം അനുകൂലമല്ലെങ്കിൽ ആ വളർച്ചയെ അത് പ്രതികൂലമായി ബാധിക്കും. അതുപോലെ തന്നെ പ്രയത്നം, ചെടിയുടെ ചെയ്യുന്നത് അതിന്റെ പ്രയത്നം അതുപോലെ തന്നെ സാഹചര്യങ്ങളിൽ അനുകൂലമാകുന്നു. മുകളിലേക്ക് ഇങ്ങനെ മുളച്ചു വരുമ്പോൾ തന്നെ അനുകൂലമായ സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് താഴേക്ക് അത് അതിനുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇലകൾ, തണ്ട് ഇവയ്ക്കൊക്കെ പ്രചോദനമാകുന്നു. അവിടെ ഒരു ലീഡർഷിപ്പ്, ഒരു ഗൈഡായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Why was the seedling in a hurry to come out of the earth? ഈ തൈച്ചെടി എന്തുകൊണ്ടാണ് ധൃതി വെക്കുന്നത്, വേഗത്തിലേക്ക് ഇങ്ങ് പുറത്തു വരാൻ അല്ലെങ്കിൽ ഭൂമിയുടെ മുകൾ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ എന്തുകൊണ്ടാണ് ധൃതി വെക്കുന്നത്? Why was the seedling in a hurry to come out of the earth? അപ്പോൾ ആ മൂടിക്കിടക്കുന്ന ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് വിത്ത് മുളച്ച് മുകളിലേക്ക് വരാനുള്ള ആ ഒരു വേഗത. ബിക്കോസ് ദി സീഡ്ലിംഗ് ഈസ് ഇൻസ്പയർഡ് ബൈ ദി പ്രോമിസിംഗ് സറൗണ്ടിങ്സ്. അതിന് ചില വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രോമിസിംഗ് സറൗണ്ടിങ്സ് എന്താണത്? നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഷവർ, അതുപോലെ തന്നെ സൺലൈറ്റ്. ആദ്യത്തെ ആ ഇല വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അറസ്റ്റ് ടു ഗ്രോ സോ മച്ച്, അത് ആവശ്യത്തിനുണ്ട്. സോ ദാറ്റ്, അതുകൊണ്ട് ഡൻവർ റൈറ്റ്സ്, അതുകൊണ്ടാണ് ഡൻവർ അങ്ങനെ എഴുതിയത്. ഇറ്റ് ബിഗാൻ ടു സെറ്റ് ആൻഡ് പാൻസ് ഇൻ ഇറ്റ്സ് ഹേസ്റ്റ്. വളരെ ധൃതിയിൽ അത് കഠിനാധ്വാനത്തിലൂടെ, സെറ്റ് മീൻസ് അവിടെ ഹാർഡ് വർക്ക്, ആൻഡ് പാൻസ് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അണയ്ക്കും, കിതയ്ക്കും. അപ്പോൾ കഠിനാധ്വാനത്തിലൂടെ വിയർപ്പൊഴുക്കി. ഏത് സൃഷ്ടിയുടെ പിന്നിലും അധ്വാനമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഇൻ ഇറ്റ്സ് ഹേസ്റ്റ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ മെറ്റഫർ. ഇത് മനോഹരമായ ഒരു രൂപക അലങ്കാരമാണ്. ഫോർ ഹൗ ഹോപ്പ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, നമ്മുടെ പ്രത്യാശയും അതുപോലെ തന്നെ അനുകൂലമായ സാഹചര്യം. ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ക്യാൻ എനർജൈസ് അസ്, നമ്മളെ എത്രമാത്രം ഊർജ്ജസ്വലരാക്കുന്നു, എനർജൈസ് ചെയ്യുന്നു. ആക്ട്, വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രവൃത്തി പദത്തിലേക്ക് വരാൻ വേണ്ടി. ക്വിക്കലി ആൻഡ് പാഷനേറ്റ്ലി, വളരെ സന്തോഷത്തോടും അതുപോലെ തന്നെ വളരെ വേഗത്തിലും. അപ്പോൾ വളരെ വേഗത്തിലും വളരെ സന്തോഷത്തോടും നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥിരോത്സാഹശീലരാക്കി മാറ്റുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയാൽ, അതുപോലെ പ്രത്യാശയുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിലും അതിൻ്റെ സൃഷ്ടിയിൽ, ഇതെന്നുള്ളതല്ല ഏതിൻ്റെ സൃഷ്ടിയിലും വളരെ കൂടുതൽ ആകാംക്ഷ കാണിക്കും. അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന ഒരു വിൽ പവർ ലഭിക്കുന്നു. Why was the seedling in hurry to come out of the earth? Because the seedling is inspired by the promising surroundings, rushed to grow so much, so that Dunbar writes, it began to set and pant in its haste. It is a beautiful metaphor for how hope and positive feedback can energize us to act quickly and passionately. Okay? ഇനി നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഹൗ ഈസ് ദി ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി പോയം? ആ തൈയുടെ അല്ലെങ്കിൽ ആ ചെടിയുടെ വളർച്ച
എങ്ങനെയാണ് അതിൻ്റെ വളർച്ചയെക്കുറിച്ച് വിവരിക്കുന്നത് പദ്യത്തിൽ. ഡൺബർ എങ്ങനെയാണ് പദ്യത്തിൽ ചെടിയുടെ വളർച്ചയെക്കുറിച്ച് വിവരിക്കുന്നത്? The growth of the plant in the poem Seedling described as a powerful and energetic journey from darkness to blue. അപ്പോൾ ആ ഇരുണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് അത് പ്രകാശത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് എ ഹോപ്പ്ഫുൾ ആൻഡ് എനർജറ്റിക് ജേണി, വളരെ ആശ നിറഞ്ഞതും അതുപോലെ തന്നെ ഊർജ്ജസ്വലവുമായ ഒരു യാത്രയാണ് ചെടി മണ്ണിനടിയിൽ നിന്ന് അങ്ങനെ പൊങ്ങി ഉയർന്ന് സൂര്യപ്രകാശം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിക്കുന്നു. അതാണ് ഇവിടെ ബ്ലൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിസ് ഡിസ്ക്രിപ്ഷൻ ഈസ് ബോത്ത് ലിറ്ററൽ ആൻഡ് മെറ്റഫോറിക്കൽ. അദ്ദേഹത്തിൻ്റെ വിവരണം പൂർണ്ണമായിട്ടും ലിറ്ററലാണ്. വേർഡ് മീനിങ്ങിൽ നമ്മൾ ആ ചെടിയുടെ വളർച്ചയെ പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാം. എന്നാൽ അത് എന്തുകൂടിയാണ് ലിറ്ററൽ ആൻഡ് മെറ്റാഫോറിക്കൽ. ആ ചെടിയുടെ വളർച്ച ഒരു ഇൻഫൻറ്റ്, ഒരു കുട്ടി ഒരു പ്രായമെത്തിയ സുന്ദരനായ ഒരു മനുഷ്യനായി മാറുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തെയും സൂചിപ്പിക്കുന്നു. അതാണ് വെദർ എ പ്ലാന്റ്. ഈ കാണിക്കുന്ന ഈ മെറ്റാഫോറിക്കൽ അല്ലെങ്കിൽ ലിറ്ററൽ ഡിസ്ക്രിപ്ഷൻസ് എന്താ കാണിക്കുന്നത്? ഗ്രോത്ത്, വെദർ എ പ്ലാന്റ് ഓർ എ പേഴ്സൺ. അതൊരു വ്യക്തിയുടെ വളർച്ചയാണോ സൂചിപ്പിക്കുന്നത്, അതേ ഒരു ചെടിയുടെ വളർച്ചയാണോ സൂചിപ്പിക്കുന്നത്? ഏതായാലും ഇത് രണ്ടിലേതായാലും റിക്വയർസ് കറേജ്. ഇതിന് ചെടിക്കായാലും അതിനുള്ള ധൈര്യം വേണം. ഇഫേർട്സ്, പ്രയത്നമുണ്ട്. ആൻഡ് ട്രസ്റ്റ് ഇൻ ദി പ്രോസസ്. ആ പ്രോസസ്സിൽ ഞാൻ വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസവും ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് മെസ്സേജ് ഡസ് ദി സീഡ്ലിംഗ് ഗിവ് us? എന്ത് സന്ദേശമാണ് സീഡ്ലിംഗ് എന്ന കവിത നമ്മൾക്ക് നൽകുന്നത്? The poem generally teaches us that perseverance, humility, resilience and hope can turn even a smallest effort into something beautiful. അപ്പോൾ പോയം നമ്മളെ ലഘുവായി പഠിപ്പിക്കുന്ന എന്താണ്? പെർസിവറൻസ്, ഹ്യൂമിലിറ്റി, സ്ഥിരോത്സാഹം, എളിമത്വം, റെസിലിയൻസ്, എന്തിനേയും നേരിടാനുള്ള ആ പ്രതിരോധ ശേഷി, ആൻഡ് ഹോപ്പ്, അതുപോലെ നമുക്ക് ഉള്ള വിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ക്യാൻ ടേൺ ഈവൻ എ സ്മോളസ്റ്റ് ഇഫർട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പ്രയത്നം കൂടി ചെയ്താൽ ആ ഇഫർട്ടിനെ ഇൻടു സംതിങ് ബ്യൂട്ടിഫുൾ, മനോഹരമാക്കാൻ, ഏതിനെയും മനോഹരമാക്കാൻ സാധിക്കും. സെൽഫ് മോട്ടിവേഷൻ, നേച്ചർ സപ്പോർട്ട്സ്, ഹോപ്പ്, ഒപ്റ്റിമിസം, ലേബർ ആൻഡ് ഗ്രോത്ത് ആർ എസെൻഷ്യൽ ടു ഇറ്റ്. അങ്ങനെ മനോഹരമാകണമെങ്കിൽ, മനോഹരമായ ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ അതിന് സപ്പോർട്ടീവായിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ആദ്യമായിട്ട് സെൽഫ് മോട്ടിവേഷൻ, നമ്മൾ സ്വയം അതിന് തയ്യാറായിരിക്കണം, അത് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. പ്രേരണ കൂടാതെ തന്നെ അത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഇച്ഛാശക്തി. നേച്ചർ സപ്പോർട്ട്, അതുപോലെ പ്രകൃതിയുടെ അനുകൂലമായ സാഹചര്യങ്ങൾ, അതിനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ അതറിയാതെ തന്നെ നമ്മുടെ ചെടി ഒരു പ്ലാന്റായി മാറി എന്ന് ചെടി തന്നെ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സീഡ്ലിംഗ് പ്ലാന്റ് ആയപ്പോൾ അതുപോലും അറിയാതെ തന്നെ അതിൻ്റെ പ്രയത്നങ്ങളോടൊപ്പം അത് മനോഹരമായി തീർന്നു. ദീസ് ആർ ദി എസെൻഷ്യൽ ടു ഇറ്റ്. അതിന് സപ്പോർട്ടീവായിട്ട് ഇത്രയും കാര്യങ്ങൾ കൂടി ആവശ്യമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദി പോയം റിലേറ്റ് ടു ദി ചലഞ്ചസ് ഓഫ് ലൈഫ്? ജീവിതത്തിലെ വെല്ലുവിളികളുമായിട്ട് എങ്ങനെയാണ് പദ്യം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹൗ ഡസ് ദി പോയം റിലേറ്റ് ടു ദി ചലഞ്ചസ് ഓഫ് ലൈഫ്? ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നു. ആ പ്രതിസന്ധികളെ മനുഷ്യൻ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ ഈ ചെടി അതിൻ്റെ പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു മോഡലാക്കിക്കൊണ്ട് വരും തലമുറയ്ക്ക് ഇതൊരു പാഠമാകാൻ വേണ്ടിയാണ് കവി ആ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ദി സീഡ്ലിംഗ് ബ്യൂട്ടിഫുള്ളി മിറേഴ്സ്, വളരെ മനോഹരമായിട്ട് സീഡ്ലിംഗ് എന്ന പദ്യം പ്രതിഫലിപ്പിക്കുന്ന എന്താണ്?
ദി ചലഞ്ചസ് ഓഫ് ലൈഫ് ത്രൂ ദി ജേർണി ഓഫ് എ ടൈനി പ്ലാന്റ് സ്ട്രൈവിംഗ് ടു ഗ്രോ. വളരെ തീവ്രമായ ശ്രമത്തോടുകൂടി വളരാൻ ശ്രമിക്കുന്ന ഒരു ചെടി ജീവിതത്തിൽ അതിൻ്റെ അപ്പോൾ ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ. ദി ചലഞ്ചസ് ഓഫ് ലൈഫ് ത്രൂ ദി ജേർണി ഓഫ് എ ടൈനി പ്ലാന്റ്. അപ്പോൾ വളരാൻ ശ്രമിക്കുന്ന ഒരു തൈ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എങ്ങനെയാണ്? ദി പോയം യൂസസ് ദി സീഡ്ലിങ്സ് ട്രാൻസ്ഫോർമേഷൻ ആസ് എ മെറ്റഫർ ഫോർ ഹൗ വി ഫേസ് ആൻഡ് ഓവർകം ഡിഫിക്കൽട്ടീസ്. അത് രൂപക അലങ്കാരമായിട്ട് ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്നു. ദി പോയം യൂസസ് ദി സീഡ്ലിങ്സ് ട്രാൻസ്ഫോർമേഷൻ. സീഡ്ലിങ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അതായത് ആ ഇൻഫൻ്റ് സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ സീഡിൽ നിന്ന് ആ ഫ്ലവറിംഗ് പ്ലാന്റായി മാറുന്നതുവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. ഹൗ വി ഫേസ് ആൻഡ് ഓവർകം ഡിഫിക്കൽട്ടീസ്. എങ്ങനെയാണ് നമ്മൾ മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ പ്രതിസന്ധികൾ, നമ്മൾക്ക് നേരിടുന്ന പ്രതിസന്ധികൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് ചെടികളിൽ നിന്ന് പഠിക്കണം എന്നതാണ് കവി ഡൻബർ ഇവിടെ ഉദ്ദേശിക്കുന്നത്.